C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. എന്നാ പിന്നെ ആശാലതെ ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും ചെല്ലോ ഇരിക്കെ. ഞാൻ കരുതി ബന്ധുക്കളും കുറച്ചു പേരൊക്കെ ഉണ്ടാവുന്ന. അല്ല, സാരി കൊടുക്കുന്ന ഒരു ചടങ്ങാണല്ലോ. എല്ലാവരും കല്യാണത്തിന് ക്ഷേത്രത്തിൽ വരും, അത് മതിയല്ലോ. ഈ ബന്ധുക്കളെന്ന് പറഞ്ഞു വരുന്നവരിൽ ചില അസൂയക്കാരും കാണാതിരിക്കില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മതി കുത്തി കുത്തി ചോദിക്കാൻ. അതും ശരിയാ. അല്ലെങ്കിലും പഴയ കാലത്തെ ഈ ആചാരങ്ങളൊക്കെ അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു. രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ചേരുക, അതിന് ബന്ധുക്കൾ സാക്ഷ്യം വഹിക്കുക, ആ ബന്ധുക്കളുടെ സമ്മതവും അനുഗ്രഹവും വാങ്ങിക്കുക, ഇതൊക്കെയായിരുന്നു അന്നത്തെ ഈ ചടങ്ങുകൾ കൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. ആ കുടി. ഇപ്പൊ അതൊക്കെ മാറിയില്ലേ? ചെക്കനും പെണ്ണിനും ഇഷ്ടപ്പെട്ടാ തീർന്നു. ബന്ധുക്കൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല. ബന്ധുക്കള് പോട്ടെ, ഇപ്പൊ സ്വന്തം അച്ഛനമ്മമാര് പോലും വേണ്ടാതായിട്ടുണ്ട്. എനിക്കാകെ ഉള്ളത് എന്റെ ചേച്ചിയാ. ചേച്ചിയുടെ അനുഗ്രഹവും സമ്മതവും മാത്രം മതി എനിക്ക്. പിന്നെ പ്രിയയുടെ ആഗ്രഹം അത് തന്നെയാണല്ലോ. അതാ കൂടുതൽ സന്തോഷം. എന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയല്ലോ, അതിൽ സന്തോഷം. വയലറ്റിൽ കണ്ണ, എന്റെ മോന്റെ മനസ്സില് എന്തോ വലിയ വിഷമമുണ്ട്. അതെന്താണെന്ന് അവനോട് തുറന്ന് പറയുന്നുമില്ല. ഞാൻ എങ്ങനെയാ അവനോട് ചോദിക്കുന്നത്? ചോദിച്ചാൽ തന്നെ ഞാൻ വിഷമിക്കുന്നു കരുതി അവനോട് പറയേയില്ല. എന്റെ കണ്ണ, നീ അവനെ ഹെൽപ്പ് ചെയ്യണേ. അവന്റെ ഉള്ളിലെ വിഷമങ്ങളെല്ലാം നീ അവന് മാറ്റി കൊടുക്കണേ എന്റെ കണ്ണ. മരിട്ടില് കണ്ണ, എന്റെ ഗുരുവായൂരപ്പ. അമ്മ എന്തോ കാര്യമായിട്ട് പ്രാർത്ഥിക്കുകയാണല്ലോ. അതേടാ, കാര്യമായിട്ട് തന്നെയാ പ്രാർത്ഥിച്ചത്. നിന്റെ മനസ്സിലെ സങ്കടങ്ങളൊക്കെ മാറി നീ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളൊക്കെ ആയി തീരണേന്ന് ഞാൻ കണ്ണനോട് പ്രാർത്ഥിച്ചതാ. ഇന്നു മുതല് അമ്മ കണ്ണനോട് എന്നും പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥിച്ചാ പോരാ. പിന്നെ അമ്മയുടെ പ്രാർത്ഥന കുറച്ചുകൂടി ശക്തമായിട്ട് വേണം. നീ എന്തൊക്കെയാ മേശാൻ പറയുന്നത്? ജീവിതം ഒരു മഹാരണം പോലെയാണമ്മേ. ഏത് നിമിഷവും എന്തും സംഭവിക്കാം. ഇന്നത്തെ ഈ അവസ്ഥയിൽ തന്നെ നാളെ നമ്മളൊക്കെ ഇവിടെ ഉണ്ടാവുമോ എന്നതിന് ഒരുറപ്പുമില്ല. വരാൻ പോകുന്ന ഒരു ദുരിതകാലം കഴിഞ്ഞ് എല്ലാവരും ഇതുപോലെ സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണിച്ചു തരണേ കണ്ണ എന്നുകൂടി അമ്മ പ്രാർത്ഥിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.